ഹലോ, അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന കോഴിയിറച്ചിയും പത്തിരിയാണ്. അതിന് ഞങ്ങൾ ചെമ്പട്ടി അടുപ്പത്ത് വെച്ച് അതിക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളക്കട്ടെ. അതിലേക്ക് രസം ഉപ്പിട്ടിക്കണം. അതിന് ഞങ്ങൾ എന്നിട്ട് അതിന് അനുസരിച്ചുള്ള പൊടി എടുക്കുകയാണ്. 2 ഗ്ലാസ് പൊടി എടുക്കുകയാണ്. 1 ഗ്ലാസ് പൊടി ഇട്ടു. ഈ രണ്ടാമത്തെ ഗ്ലാസ് അതിക്കിടുകയാണ്. അങ്ങനെ അത് പോയി വെള്ളം തിളച്ചിങ്ങനെ അതിക്ക് എന്നിട്ട് പൊടി ഇടുകയാണ്. രണ്ട് ഗ്ലാസ് പൊടി എടുത്തിട്ടുള്ളൂ. എന്നാലും ഉണ്ടാവുക ചോദിച്ചു. എന്നിട്ട് എന്തൊക്കെ നിങ്ങളുടെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ കോഴിയിറച്ചിയും പത്തിരി ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കുക. ഞങ്ങളൊക്കെ പറയണേ ഞങ്ങൾ ദിവസം ഉണ്ടാക്കുന്നതാണ് എന്ന് പറയണ്ടാവില്ലേ. ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുക, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ. ഇറച്ചി വാങ്ങുന്ന ദിവസം ഇറച്ചി ഞങ്ങൾ ഉണ്ടാക്കലുണ്ട്. ഇതിനെന്തൊക്കെയാണ് നിങ്ങളെ വീട്ടിലെ വിശേഷം? സുഖമല്ല? എല്ലാവർക്കും സുഖമല്ല? എല്ലാവർക്കും രാഹത്തല്ലേ? എന്ത് രാഹത്തില്ലേ? സമാധാനം ഇല്ലാതെ എത്ര ആൾക്കാരുണ്ട്. അല്ലാഹു എല്ലാവർക്കും സമാധാനം, ശാന്തിയും ഹൈറും ബർക്കത്തും കൊടുക്കട്ടെ. എന്നിട്ട് നമുക്ക് പൊടിയിട്ട് ഒന്ന് വെന്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണ്ട. അതിനുശേഷം നമുക്കൊക്കെ പരത്തി നല്ല ഉരുളത്തി നമുക്കിതാ ചെറിയ ഉരുളയാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ വെച്ചെടുക്കാം. എന്നിട്ട് അങ്ങനെ ഇതാ പരത്തുന്ന ഒന്നുകൂടി ഒന്നുകൂടി പരത്തി കൊടുക്കണ്ടില്ലേ. ഞാൻ ഇത്ര വിട്ടുന്ന് വീഡിയോസ് എടുക്കുന്ന അറിയാം. ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഫോൺ കുത്തി വെച്ചിട്ടാണ് വീഡിയോസ് എടുക്കുന്നത്. എന്നിട്ട് എന്തൊക്കെയാ ആരൊക്കെയും സ്കൂളിൽ പോയിട്ട് ആരെയും ഇരുന്ന് പോയോ? ഇവിടെയൊക്കെ എങ്ങനെയാണെന്നറിയോ, ഒരു മദ്രസ മുടക്കാതെ പോയാൽ അതല്ലാർക്ക് ആ മദ്രസിന് സമ്മാനം കിട്ടും. അപ്പോഴും തന്താർക്കല്ലേ, ഒക്കെ തള്ളാർക്കുള്ളൂ. തന്താരും ഇങ്ങനെ നേരമ്പത്ത് നീച്ച് പണിക്കോയി കഷ്ടപ്പെട്ട് വെയിലും മഴയും കൊണ്ട് പണിയെടുത്തിട്ടുണ്ട്. തന്താർക്ക് കഴിച്ചിട്ടുണ്ടാവില്ല, സമ്മാനം കിട്ടില്ല. തള്ളാർക്കാണ് എല്ലാതും. എല്ലായിടത്തും അങ്ങനെ തന്നെ അല്ലേ? എല്ലായിടത്തും ഇങ്ങനെ തന്നെ. അങ്ങനെ അല്ലെങ്കിൽ എന്നോട് കമൻറ്റിൽ എഴുതാണ്ടിട്ടില്ലേ എന്തായിരിക്കും സമ്മാനം കിട്ടുന്നുണ്ട് പറഞ്ഞാൽ. എന്നിട്ട് നിങ്ങളെ വീട്ടിൽ വിശേഷം എന്തൊക്കെയാണ്? അതിന് ശേഷം ഞാൻ രാവിലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഉപ്പേരി കൊണ്ടുപോകാൻ കടയിൽ പോകുമ്പോൾ ചോറിന് ഉച്ചക്ക്. അപ്പോൾ നല്ല കൈപ്പക്കനും എൻ്റെ ഫേവറേറ്റ് കൂട്ടാനാണ് കൈപ്പക്ക. ഇഷ്ടമാണ്. അങ്ങനെ ആദ്യം കൈപ്പക്ക വെച്ച് എന്നിട്ട് ഉള്ളി തൂമിച്ച് അതിൽ പച്ചമുളകും ഉപ്പുംപാടെ കൂട്ടിയിട്ട് നല്ലോണം വരുത്തി കൊടുത്താണ്ടല്ലോ അതിന് നല്ല അടിപൊളിയാണ്. എന്നാൽ കയ്പ്പ് അങ്ങനെ ഉണ്ടാവില്ല. ചെടിയിൽ പറയും ഞങ്ങൾ കയ്പ്പൊക്കെ കഴിച്ചറിയാം, ഇപ്പം കയ്പ്പാണ്. പക്ഷെ ഇങ്ങനെ ചെയ്തൊക്കെ ഉള്ളി തൂമിച്ചിടുമ്പോൾ ഈ മുളകും ഉപ്പും പാടെ ഇട്ടിട്ട് നല്ലോണം വരുത്തി കൊടുക്കുക. നല്ല ഉപ്പും ഇതുമ്പാടെ കൂട്ടി ഇതായാൽ കയ്പ്പിന് രസം കമ്മി കിട്ടും. അത് നല്ല കയ്പ്പ് ഉണ്ടാവുന്നില്ല, നല്ല കയ്പ്പില്ലായിരിക്കുമോ അല്ലേ? അങ്ങനെ കയ്പ്പാക്കാന്ന് പറയുന്നത്. അപ്പം തന്നെ ഇവിടെ പണി തുടങ്ങി. അങ്ങനെ പത്തിരി ഒന്നും പാടെ പരത്തിട്ട് ഒക്കെ വെയിലാണേ. ഇത് കറണ്ടല്ല, വെയിൽ. ജനലിൻ്റെ ഉള്ളിൽ കൂടെ ജനലിന് വാതിലില്ലേ, അപ്പോൾ നേരെ അടുക്കളയ്ക്ക് വരും. അതാണ് ഇതൊക്കെ നേരെ ആക്കണം ഞങ്ങൾക്ക്. യൂട്യൂബിൽ നിന്ന് പൈസ ഇട്ടിട്ട് പോലെ. പക്ഷെ എങ്ങനെ ചാറ് വീഡിയോസ് കാണുന്നില്ലേ, അതുകൊണ്ടാണ്. അങ്ങനെ പത്തിരിയൊക്കെ ഇങ്ങനെ പരത്തി പാത്രത്തിൽ വെച്ചിരിക്കണം. ഞങ്ങൾ ജനലിൻ്റെ ഒരു കമ്പ് പോയി നിൽക്കണേ. എത്ര കൊല്ലമായി ഞങ്ങൾ വീട് വെച്ചിട്ടുന്നവർ. പക്ഷേ എപ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളെ വീടിൻ്റെ ഫുള്ള് പണി ഇതാക്കാൻ ഞങ്ങൾക്ക് യോഗം വാങ്ങിയിട്ടില്ല. അങ്ങനെ കയ്പ്പൊക്കെ ഇങ്ങനെ ഇതാക്കി നോക്കണം.
അങ്ങനെ നമുക്കിനി ചിക്കൻ കറി ഉണ്ടാക്കാം. കോഴിയിറച്ചിയും പത്തിരി അല്ലേ, അപ്പോൾ ചിക്കൻ കറി എനിക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് ആദ്യം തുള്ളി എണ്ണ വെച്ചിട്ട് എന്നിട്ട് ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അത് ബ്രൗൺ കളറാവുന്ന നേരം നമുക്ക് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് വലിയ ഉള്ളി ഇട്ട്, വെല്ലുള്ളി അങ്ങനെയല്ല ഇട്ടിരിക്കണേ, വെല്ലുള്ളി ചെറിയ ഞുണ്ണിയ കഷ്ണങ്ങൾ എറിഞ്ഞിട്ടായിരിക്കണേ. ഞാൻ വെല്ലുള്ളി ഇട്ട് പറഞ്ഞപ്പോൾ വെല്ലുള്ളി അങ്ങനെ ഇട്ടെന്ന് കരുതരുത്. അപ്പോൾ നിങ്ങളിങ്ങനെ കരുതും അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയരുത്. നിങ്ങൾ വെല്ലുള്ളി ഞുണ്ണിയാണ് എറിഞ്ഞിരിക്കണം. ചിലടത്ത് കന അധികം ഉണ്ടായിട്ടില്ല, എന്താ വെച്ചാൽ ഞാനാണ് നോട്ടിക്കുന്നത്. എന്നിട്ട് തക്കാളി ഇട്ട് ആർക്കെങ്കിലും കോഴിയിറച്ചി അത്ര ഇഷ്ടമുള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത്. എനിക്കിഷ്ടമാണ്, പക്ഷെ രാവിലെ ഒന്നും അങ്ങനെ പറ്റൂ നെഞ്ഞേറിയിട്ട്. ഈ രാത്രി കടയിൽ നിന്ന് വന്നിട്ട് തിന്നു കഴിച്ചു. എന്തായാലും 2-3 തിന്നോക്കുണ്ട് പോകുമ്പോൾ കടയിൽ പോകുമ്പോൾ. അപ്പം തന്നെ പിന്നെ എണീറ്റ് വന്ന് ഞങ്ങളെ കുട്ടി മദ്രസക്ക് കൊണ്ടേ എനിക്ക് 8:30 മദ്രസക്ക് എത്തണം. അപ്പോൾ ഓൻ എണീറ്റ് വന്നിട്ട് നോക്കണം ഇപ്പോൾ എന്താ ഉണ്ടാക്കണേ ചോദിച്ചെന്നെ. അവനൊന്ന് വാടിയ ശേഷം നമുക്കിനി എന്തൊക്കെ മസാല ഇടുക. മല്ലിപ്പൊടി 2 സ്പൂൺ 3 സ്പൂൺ ആവശ്യമുള്ള ഇടുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അത്യാവശ്യത്തിന് ഉപ്പ്, ചിക്കൻ മസാല, ഇത് നമുക്കെല്ലാം പാടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ആ ഉള്ളി പച്ചമുളക് ഇഞ്ചി എല്ലാം പാടെ ഇല്ലേ, ആകുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചേക്കാം. നമുക്ക് കറി വേണ്ട, അപ്പോൾ അതിനുള്ള അനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചെടുക്കുക. അതിനനുസരിച്ചുള്ള കുറച്ച് ഒഴിച്ചാൽ മതി. നമ്മൾ ചിക്കനൊക്കെ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ വെള്ളം തന്നെ ഉണ്ടാവും. നമ്മൾ എത്ര വെള്ളം വറ്റി വെച്ചിട്ടും കാര്യമില്ല, തന്നെ വരുന്നതാണ്. അങ്ങനെ കുറച്ചേക്ക് കറിവേപ്പിലിട്ട് എന്നിട്ട് നമുക്ക് നമ്മൾ കഴുകി വെച്ച ചിക്കന് അയക്കിടും. അങ്ങനെയാണ് എടുത്ത് വെച്ചതാ. ഓ മദ്രസക്ക് ഇരിക്കണേ എങ്കിൽ ചായം കടിയാകാറ്റി. അങ്ങനെ ഞങ്ങൾ പത്തിരി ചൂടാണ്. എന്താ പത്തിരി എന്നാ കറി പത്ത് വെക്കണമെന്നറിയോ? ആ ചൂടാറി വെച്ചാൽ അടിയിൽ ഉയർപ്പുണ്ടാവില്ല. പത്തിരി ഇടുമ്പോൾ നമ്മൾ പാത്രത്തിൻ്റെ 4 സൈഡിലിടുക. എന്നിട്ട് ആ ചൂടാറിയ ശേഷം വെച്ചാൽ താഴത്തേക്ക് വെച്ചാൽ മതി. അല്ലെങ്കിൽ അതിൻ്റെ വിയർപ്പുണ്ടാവും ചട്ടീൻ്റെ അടിയിൽ, പാത്രത്തിൻ്റെ അടിയിൽ. ഇപ്പുറത്ത് ചോറാണ്. ഇതൊക്കെ ഈ ജനലിൻ്റെ ഉള്ളിൽ കൂടെ വെയിൽ വരുന്നതാണ്. ഇതാ പത്തിരി ഇതാ ഇങ്ങനെ ചെയ്ത് വെക്കിയത് ഞാൻ കാണിച്ചതല്ലേ. നല്ല പൊള്ളപ്പേരിനൊക്കെ
ഇനി അതിലോട്ടല്ലേ അടികരി. അങ്ങനെ 4 സൈഡ് അങ്ങ് കയറ്റി വെക്കുക. ചൂടാറിയ താത്തക്കറക്കി വെച്ച് അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ വയർപ്പുണ്ടാവില്ല. വയർത്ത് എന്താണെന്നറിയോ, ഒരു ഇതുണ്ടാവില്ല. അങ്ങനെ ചിക്കൻ കറി റെഡി ആയിക്കണ്ടേ. അപ്പത്തേന് കുട്ടിക്ക് ഇതാ മറസ് പോകുമ്പോൾ ചായയും കറി കുടിച്ചു. ഓനിക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഇറച്ചിയും പത്തിരിയൊക്കെ. അവനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഓനിക്ക് ഇഷ്ടപ്പെട്ടാൽ തന്നെ ഓനെ അങ്ങനെ ആയിരിക്കില്ലേ, അല്ലെങ്കിൽ കാട്ടില്ല. പിന്നെന്താ, ഇന്ന് വീഡിയോസ് പറയരുത്, മറക്കരുത്. വീഡിയോസ് എല്ലാം ശില്പിയാക്കാണ് അല്ലേ, എന്നാലേ ഉള്ളൂ ഞാൻ കരുതിയേ നടക്കുള്ളൂ. അങ്ങനെ ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഞാൻ കഴിക്കാൻ നിൽക്കണേ. ഞാൻ എന്താ കഷ്ണം കൊടുത്തിട്ടില്ല, പത്തിരി കോഴിയിറച്ചിയും പത്തിരി അല്ലേ, എല്ലാവർക്കും അധികം ഇഷ്ടം. അധികം ഉള്ളവർക്ക് അധികം ഇഷ്ടം തന്നെ കാര്യം കോഴിയിറച്ചിയും പത്തിരി. എന്നാൽ പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.